ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഉച്ച വരത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയ്ക്ക് വന്നപ്പോൾ അച്ഛ ഇവിടെ പച്ചക്കായും പയറും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി വയ്ക്കാൻ. അപ്പോൾ ഞാൻ പച്ചരിയായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ട് പച്ചരി അളന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചക്കായും ഉപ്പേരി. അപ്പോൾ ഇന്നലെ എണ്ണ നീരെടുത്തിട്ടുണ്ടായിരുന്നു അമ്മ, അപ്പോൾ അത് അച്ഛൻ കുപ്പിയിൽ ഒഴിക്കുക. പക്ഷെ ഇതെന്തോ അച്ഛൻ ഈ മാവിൻ്റെ പ്ലാവിൻ്റെ ഇല അങ്ങനെ കുമ്പിൾ കുത്തി വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എണ്ണ ഒഴിക്കുന്ന തട്ടിലാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇന്ന് മത്തിയാണ് ഇവിടെ കറി. അപ്പോൾ അമ്മ അതിനുള്ളത് ശരിയാക്കണം, തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അടുപ്പത്ത് വെച്ച് പോയെങ്കിലും പിന്നെ അമ്മ അവിടെ പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഏകദേശം ഉപ്പേരി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും പച്ചരിയൊക്കെ കഴുകി വന്ന് കുക്കറൊക്കെ കഴുകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഞാനിവിടെ അധികം പച്ചരി ഒന്നുകിൽ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ കുറച്ച് വലിയൊരു ചെമ്പട്ടിയുണ്ട് കുറച്ച് ചെറുത്, അതിലാണ് വെക്കൽ കേട്ടോ. അപ്പോൾ നല്ല പെട്ടെന്ന് ആവാൻ കുറച്ച് പണി തോന്നലുണ്ട്, കാരണം ഇവിടെ അച്ഛൻ 7:30 പോകും, അതിന് മുന്നേ ആവണമല്ലോ. അപ്പോൾ ഞാനിന്ന് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കുക്കറൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് കടുക് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് അത്ര ശീലമില്ലാത്തതുകൊണ്ട് ഈ കടുക് പൊട്ടാനുള്ള എണ്ണ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്തേക്ക് നോക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി. അപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ടിട്ട് അത് വഴറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പച്ചരി ഉപ്പുമാവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, സവാള ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ കൂട്ടാൻ വയ്ക്കാനുള്ളത് അമ്മ പച്ചമാങ്ങയും തക്കാളിയും മത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് വയലൊന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് വഴറ്റുകയാണ് കേട്ടോ. കുഴപ്പമില്ല, പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ മീൻ അമ്മ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചട്ടിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ അരി കഴുകി വെച്ച അരി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉള്ളി വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിക്കിട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് എണ്ണയിൽ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാന്ന്. നോർമൽ ഞാൻ ചെമ്പിലൊന്നും വെക്കുമ്പോൾ അങ്ങനെ ചെയ്യലില്ല കേട്ടോ, വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷമാണ് അരി ഇടാറ്. അപ്പോൾ ഇതൊന്ന് വഴറ്റി. ഞാൻ 1 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ല 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം അളന്നിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ആ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാരണം രാവിലെ എങ്ങാനും അത് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. അച്ഛൻ 7:30 ആകുമ്പോഴേക്കും പോണതാണ്. അപ്പോൾ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഞാൻ അപ്പോൾ അത് തേങ്ങ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പുമാവ് അവിടെ സെറ്റായിട്ട് അപ്പോഴേക്കും അമ്മ തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ അടുപ്പത്താട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ അത് സെറ്റായി. അപ്പോൾ ഞാൻ ഉപ്പുമാവല്ലേ, അപ്പോൾ ഒന്ന് നേന്ത്രപ്പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉപ്പും ചിലപ്പോൾ പപ്പടമൊക്കെ ഉണ്ടാവും, ഇന്നിപ്പോൾ പപ്പടമൊന്നും പ്രത്യേകിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പഴമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെറിയ കുക്കറിലിട്ടിട്ട് 1 വിസിൽ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് പഴം പുഴുങ്ങലൊക്കെ കഴിയുമല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഫുൾ എളുപ്പപ്പണി കേട്ടോ, രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ ഒരടുപ്പത്ത് ഉപ്പുമാവും ഒരടുപ്പത്ത് ഉപ്പേരി, പിന്നെ അടുപ്പ് ഒഴിവില്ല. പിന്നെ ഉപ്പേരി കൈയോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. എനിക്ക് എന്തിലായി കഴിഞ്ഞാൽ അതൊക്കെ അപ്പം തന്നെ കൈയോടെ മാറ്റിയിട്ടൊക്കെ പിന്നെ സമാധാനം ഉണ്ടായില്ല, പിന്നെ കൂടുതലുള്ള പാത്രം. അപ്പോൾ ഉപ്പേരി വേറൊരു പാത്രത്തേക്ക് ഫുള്ള് മാറ്റിയിട്ട് വെക്കണം. അങ്ങനെ ഉപ്പേരിയൊക്കെ ഫുള്ള് മാറ്റി നമ്മളതിന് ടേബിളുമ്മ കൊണ്ടുവയ്ക്കും. അടുക്കളയിൽ എല്ലാതും കൂടി വെച്ചാൽ നിന്ന് തിരിയാൻ അല്ലാതെ തന്നെ സ്ഥലമില്ല, പാത്രങ്ങളും അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മളെ മീൻകറി, തേങ്ങ അരച്ച മീൻകറി ഏകദേശം തിളച്ച് റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ 2 വിസിൽ വന്നപ്പോൾ ഉപ്പുമാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ.
കുഴപ്പമൊന്നുമില്ല. കുറച്ച് വേവ് കൂടിയെന്ന് കണ്ടാൽ തോന്നും, അല്ല കണ്ടാൽ അങ്ങനെ തോന്നില്ല, പക്ഷെ കുറച്ച് വേവ് കൂടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഉപ്പുമാവ് സെറ്റ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം വെന്താലും ആരും ഒന്നും അങ്ങനെ പറയില്ല. ഇവിടെ വെന്ത് കുഴഞ്ഞാലും ഇവിടെ എല്ലാവരും നിന്നിട്ട് കഴിക്കും. പക്ഷെ എൻ്റെ വീട്ടിലിങ്ങനെ വെന്ത് കുഴഞ്ഞ ഉപ്പുമാവൊന്നും അച്ഛനൊന്നും ഇഷ്ടമല്ല, വെന്ത് കഞ്ഞി എന്ന് പറയും. അപ്പോൾ അത് അച്ഛന് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ രാവിലെ നേരത്തെ പോവും. അപ്പോൾ അച്ഛനുള്ള ചൂടാറാൻ അവിടെ വെച്ചിരിക്കുകയാണ് ചായയും ഉപ്പുമാവും. അപ്പോൾ മീൻകറി തിളച്ചൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം മീൻകറി ഏകദേശം തിളച്ച് ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇറക്കി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ കുറച്ച് വിസിലും കൂടി പോകാനുണ്ട്. ഒരു വിസിലടിച്ച്, കൂടുതൽ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ പഴം ആകണ് വെന്ത് കുഴഞ്ഞ പോലെയുമല്ലോ. അപ്പം ഞാൻ വിസിൽ കളഞ്ഞ് പഴം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴം കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പഴം കൈയോടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കാം. അപ്പം ഞാൻ പഴം ഒരു 3 പഴം എടുത്തിട്ട് അച്ഛന് കൊണ്ടുപോവാണ്. അപ്പം അച്ഛൻ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അച്ഛൻ 7:30 പോകുന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ബാക്കി പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മീൻ കറി ഞാനൊരു ചീനച്ചട്ടിക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന ചട്ടിയിൽ, കാരണം അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീനച്ചട്ടിയിലൂടെ ഒഴിച്ചിട്ട് ടേബിളുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഫാനിൻ്റെ കാറ്റുകൊണ്ട് അത് അത്യാവശ്യം നന്നായി ചൂടാറും. അവർക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഗ്രീൻ ടീ വെക്കാനാണ്. ഗ്രീൻ ടീക്കുള്ള ചായ കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകി കൊണ്ടുവന്നു. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ ആകെ സ്ഥലവും ഉണ്ടാവില്ല, പിന്നെ പാത്രം കഴുകി മടുക്കും. അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം നമ്മൾ ഫുള്ള് കളയില്ല, ഒരു പാത്രത്തിലോ ഒരു ഗ്ലാസ്സിലോ, ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മൊന്താന്ന് പറയാം, മൊന്തയിലോ ആക്കിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കും. അതങ്ങനെ വെക്കണമെന്നാണ് കാരണന്മാർക്കാണെന്നൊക്കെ സങ്കല്പം, എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. അങ്ങനെ വെക്കുന്നതാണത്. അപ്പം ഇനിയിപ്പോൾ ഗ്രീൻ ടീക്കിലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തിള വന്നപ്പോൾ അതിൽ ഗ്രീൻ ടീ ഇടാണ്. ഗ്രീൻ ടീ അല്ല പോലെയല്ല, അങ്ങനെയാണല്ലോ കിട്ടുന്നത്. ഇപ്രാവശ്യം ഞാനതൊന്ന് പൊടിച്ചു വെച്ചു. അപ്പോൾ കുറച്ച് ഈണ്ട് നിൽക്കുന്ന പോലെ തോന്നി പൊടി. അപ്പോൾ എന്നിട്ട് അത് അങ്ങനെ അപ്പോൾ അവിടെ ഗ്രീൻ ടീ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മയുടെ ചോറ്റും പാത്രം നമുക്ക് ഇനി അത് നോക്കിയാലോ, ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ചോറ് ഞാനായിട്ട് അമ്മയ്ക്ക് അധികം നിറച്ച് കൊടുക്കില്ല. അധികം കാരണം അമ്മയ്ക്ക് രാവിലെ ആകുമ്പോൾ എല്ലാം കൂടി സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചോറ് നിറയ്ക്കണം, നല്ല ചൂട് ചോറ് നിറച്ച് വെക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് തോനെ അമർത്ത് നിറച്ച് വെക്കണം കേട്ടോ, കാരണം രാവിലെയൊക്കെ കഴിച്ചപ്പോൾ ഇനി വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം നല്ല ചോറ് നന്നായിട്ട് അതിൽ വെക്കുന്നുണ്ട്. പിന്നെ വെക്കുന്നത് നമ്മളെ ഇവിടെ ഉപ്പേരി കേട്ടോ അടുത്തത് ഇടുന്നത്. അത് പച്ചക്കായും പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് നുറുക്കിയിട്ടിട്ട് അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉപ്പേരി വയ്ക്കുക. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ നല്ല ഉണക്കമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുത്തി അങ്ങനെ ഉപ്പേരി വയ്ക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടം അതാട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്യാവശ്യം സ്പൈസ് ആയിട്ട് എല്ലാം വയ്ക്കാം. പക്ഷെ ഇവിടെ ആർക്കും അത്ര എരിവിനോടൊന്നും അത്ര ഒരു താല്പര്യമില്ലാത്തൊരിതാണ്. ഇവിടെ എരി കുറവും. അപ്പോൾ കുറഞ്ഞിട്ട് ഇവിടെ വെക്കലുള്ളൂ. അപ്പോൾ അമ്മയുടെ ചോറും പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന കറി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മത്തിയും പച്ചമാങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ ആ കറി ഉണ്ടായിരുന്നു, അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ പാത്രത്തിലാക്കിയിട്ട് അതും സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ നമ്മുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോൾ വേനൽക്കാലമല്ലേ, അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളം കുപ്പിയൊക്കെ നിറച്ച് ഇന്നത്തെ അമ്മയുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം അടുക്കളത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ചായയും കടിയും കൂട്ടാനൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഗ്യാസും അടുക്കളയൊക്കെ എന്താ പറയുക ഒരുമാതിരിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഗ്യാസൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുണ്ടാക്കിയാലും അപ്പം കഴിഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് ഗ്യാസ് തുടങ്ങും. 100 വട്ടമെങ്കിലും അമ്മ ഗ്യാസ് തുടയ്ക്കും. ആ ഒരു ശീലം കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്യാസും സ്റ്റവൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിൻ്റെ മേലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തോ അത് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നും. ഗ്യാസിൻ്റെ മേലെ അവിടെ ഇവിടെ ഓരോന്ന് പിടിച്ച് കിടക്കണം കാണുമ്പോൾ
എന്തോ എനിക്കത് ഇഷ്ടമില്ല, അങ്ങനെ ശീലിക്കാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ വീട്ടിലും അതേ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസിൻ്റെ മേലൊക്കെ ഒരുവിധം നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ വേപ്പിൻ്റെയും കടുക് പൊട്ടിത്തെറിച്ചതിൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ചുമരുമ്മയ്ക്കൊക്കെ തെറിച്ചിട്ടുണ്ടാവും താളിക്കുമ്പോഴൊക്കെ, അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് പിന്നെ അമ്മയ്ക്ക് ചോറ് നിറച്ച പാത്രം അങ്ങനെ കുറച്ചായിട്ട് 2-3 പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ തന്നെ കയ്യോടെ കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. അതാ പിന്നെ നിങ്ങളെ കാണുന്നത്. ഇത് നമ്മൾ ചോറ് വിളമ്പിയിരുന്ന ആ കയ്യിലാണ്. അപ്പോൾ ഈ മറ്റേത് സ്പൂൺ അച്ചാറോ എന്തോ എടുത്തതാണ് തോന്നുന്നു. അത് ഒരുവിധം പാത്രമൊക്കെ മുന്നേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചുള്ളത്. അല്ലാത്ത ചെറിയ പാത്രങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സിങ്കിൽ നിന്ന് കഴുകാറുണ്ട്, വലുതൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് കഴുകും. അപ്പോൾ അതൊക്കെ ഒരുവിധം ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണമല്ലോ. കാരണം നമ്മളിങ്ങനെ ഓരോ മെഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സിങ്കും പാചകം ചെയ്ത് കഴിയുമ്പോൾ ഒരുവിധം അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിങ്കൊക്കെ നന്നായിട്ട് കഴുകി സിങ്കൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരുവിധം അടുക്കളയത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ആ സിങ്കിൽ നിന്ന് എന്താ വെച്ചാൽ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളമേ വരുള്ളൂ. അപ്പോൾ നല്ല വെള്ളം കിട്ടില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് നല്ല വെള്ളം കുറച്ച് തോനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നല്ല എല്ലാ അഴുക്കും പോയിട്ട് സിങ്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവിടെ കുറച്ച് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യോടെ തുടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി ഒരു ഇറിറ്റേഷനാവും. അപ്പോൾ ആ ചുമരും ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ തുടച്ച് ഇതാക്കുമ്പോൾ അതിൻ്റെ കെട്ടിയും പറയും ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ സ്ലേവൊക്കെ ഇല്ലാതായി പോകുന്നു. പക്ഷേ നമ്മളങ്ങനെ ശീലിച്ചുകൊണ്ടപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഗ്യാസും എല്ലാം അങ്ങനെ കാണുമ്പോൾ എന്തൊരു ഐശ്വര്യമല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഒരുവിധം അടുക്കളയത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ വർക്ക് ഏരിയയിൽ ചോറ് വെച്ചതും കൂട്ടാൻ വെച്ചതിൻ്റെയൊക്കെ വർക്ക് ഏരിയയും ആകെ മോശമായിട്ടാണ് കടന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വർക്ക് ഏരിയയും നന്നായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇനി തുടയ്ക്കാൻ നോക്കാൻ. അപ്പോൾ വർക്ക് ഏരിയയും ഏകദേശം ഒരുവിധമൊക്കെ ആയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ മറ്റേ ആ ചുമരുമ്മയ്ക്കൊക്കെ ചെറുതായിട്ട് തെറിച്ചിട്ടുണ്ടാവും ചില സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കടന്നാൽ തന്നെ നമ്മളെ പകുതി പണികൾ കഴിഞ്ഞ പോലെയാണല്ലേ വീട്ടമ്മമാർക്ക്. അങ്ങനെ ഒരുവിധം അതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കാണുമ്പോൾ എന്താ രസമല്ലേ. എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. നമുക്ക് തന്നെ എന്താ പറയുക ഒരു ഉന്മേഷമൊക്കെ തോന്നും. പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലോ ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയാവും. അപ്പോഴേക്കും അമ്മ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ ഞാൻ നിറച്ച് വെച്ച ചോറും കറിയും വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ട് അമ്മ ബാഗിൽ വെച്ചിട്ട് 8:30 ഉണ്ടാവും സമയം. അപ്പോൾ അമ്മ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. അപ്പോൾ അടിച്ചു വാരലാണ് ഇപ്പം ഞാൻ അടുത്ത പണി. എനിക്ക് അടിച്ചു വരുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരു കരട്ടോ ഒരു എവിടെയെങ്കിലും ഒന്ന് കടന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ അതൊക്കെ ഞാൻ തോണ്ടി കഴിയണത്ര ജോലിയായിട്ട് അടിച്ചു വാരിയിട്ട് എടുക്കും. എനിക്ക് എല്ലാ പൊടിയും കഴിഞ്ഞിട്ട് തുടയ്ക്കാനാട്ടോ എനിക്കിഷ്ടമുള്ളൂ. അല്ലാതെ തുടയ്ക്കുമ്പോഴേക്ക് എന്തോ ഒരു തൃപ്തി തോന്നില്ല. അപ്പോൾ ഒരുവിധം അടുക്കളത്തെ ക്ലീനിങ് കഴിഞ്ഞു. ഞാൻ എല്ലാതും കഴിഞ്ഞിട്ട് അടിച്ചു വാരിയിട്ട് അങ്ങനെ അത് സെറ്റാക്കാം. അപ്പോഴേക്കും ഇതൊരു പാത്രം കഴുകി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് കയ്യോടെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നതാട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. ഇനി തുടയ്ക്കുകയാണ്. അപ്പോൾ തുടയും കൂടിയും കഴിഞ്ഞാൽ അടുക്കളയത്തെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ പണികളും ഉച്ചത്തേക്കുള്ളതൊക്കെ ആവുകയും ചെയ്തു. പിന്നെ അടിച്ചുവാരൽ കഴിഞ്ഞു. തുടയും കൂടിയും കഴിഞ്ഞ് അടുക്കള നല്ല നീറ്റായി വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ കുടിക്കണ്ടേ. രാവിലെ നീട്ടുന്നുണ്ട്, കുറച്ച് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് പച്ചരി ഉപ്പുമാവായിരുന്നു ചായക്ക് എന്നുള്ളത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ആകെ അങ്ങോട്ട് വെന്ത് ഒരുമാതിരി കുഴഞ്ഞ പോലെ തോന്നി. പക്ഷെ ഒന്ന് ചൂടാറിയപ്പോഴേക്ക് അത്ര വേവ് അധികമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് വെന്തിട്ടേ ഉള്ളൂ. പിന്നെ പഴം. ഇന്ന് പപ്പടം ഉണ്ടായില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പപ്പടം കൂടിയും കൂട്ടിയിട്ടാണ് കഴിക്കൽ. പിന്നെ ഇത് ഗ്രീൻ ടീ ആണ്. ഇപ്പോൾ രാവിലെ കുറച്ചായിട്ട് ഇപ്പോൾ ഗ്രീൻ ടീ കേട്ടോ. അങ്ങനെ പാൽ ചായയും കട്ടൻ ചായയൊക്കെ കുടിക്കൽ കുറവാണ്. അധികം എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കലുള്ളൂ. അധികം ഇപ്പോൾ ഗ്രീൻ ടീ ആണ് കുടിക്കൽ. അപ്പം നമുക്കിന്ന് ചായ കുടിച്ചാലോ. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ചായക്ക്?
ഇതൊക്കെ പണ്ടേ ഉള്ള ശീലമാട്ടോ. വല്ല വേപ്പിൻ്റെ ഇല മുളകോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക, അതൊന്നും കഴിക്കുകയില്ല. അപ്പോൾ ഉപ്മാവ് പഴവും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഒരുവിധം എല്ലാ ഉപ്മാവും എനിക്കിഷ്ടമാണ്. പച്ചരി ഉപ്മാവും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ വെള്ളപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളപ്പത്തിനുള്ള അരിയും കൂടിയാണ്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അരി വെള്ളത്തിലിടാനാണ്. പച്ചരി ഇതൊരു ഇവിടുത്തെ എന്താ പറയുക, ഒരു തൂക്കുപാത്രം എന്നൊക്കെ പറയും. ഇതാണ് ഇതിന് കണക്ക്. അതിനൊരു 1.5 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ വെള്ളപ്പത്തിന് അരി വെള്ളത്തിലിടുക. പിന്നെ അതിൽ 2 സ്പൂണ് ഉഴുന്നിടും. ചിലർ ഉഴുന്നിന് പകരം തേങ്ങ അരച്ച് ചേർക്കലുണ്ട്. ഉഴുന്ന് അങ്ങനെ ഇല്ലാത്ത സമയത്തായിട്ടോ ഞാൻ തേങ്ങ അങ്ങനെ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉഴുന്ന് തന്നെയാണ് ഇടൽ. 2 സ്പൂണ് മതിയാവുമല്ലോ. പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈസ്റ്റും കൂടി ഇട്ട് അരയ്ക്കണോണ്ട് 2 സ്പൂൺ മതിയാവും. എന്നിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് കൈയോടെ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പൈപ്പിൽ നിന്ന് കുറച്ച് എന്താണ് പറയുക, വളരെ കുറച്ചേ വെള്ളം വീഴുള്ളൂ. അതിനത് നിറയും കുറച്ച് പണിയുണ്ട്. അപ്പോൾ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളപ്പത്തിനുള്ള അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയി. അപ്പോൾ അതവിടെ അടച്ചു വെച്ച് ഇനി വൈകുന്നേരം നമുക്ക് 4:30 ആകുമ്പോൾ അരച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്ക് രാവിലത്തെ ഒരുവിധം കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കുക, പിന്നെ എൻ്റെ പഠിക്കുക, അത്രേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.